എട്ടാം ശമ്പള കമ്മീഷൻ വൻതോതിലുള്ള ക്ഷാമബത്ത വർധനവ് പ്രഖ്യാപിച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾ. അടിസ്ഥാന ശമ്പളം കൂടുമോ എന്നതാണ് എട്ടാം ശമ്പള കമ്മീഷനിൽ ജീവനക്കാർ ഉറ്റുനോക്കുന്നത്. പുതിയ ഫിറ്റ്മെന്റ് ഘടകം ബാധകമാക്കിയാൽ പൂർണ്ണമായും DA അടിസ്ഥാന ശമ്പളത്തിൽ ചേർത്തേക്കും. എട്ടാം ശമ്പള കമ്മീഷൻ വലിയ തോതിലുള്ള DA വർധനവ് പ്രഖ്യാപിച്ചേക്കുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഓരോ 10 വർഷത്തിലുമാണ് കമ്മീഷനുകൾ രൂപീകരിക്കുന്നതും. ഔദ്യോഗിക ഷെഡ്യൂൾ അനുസരിച്ച് ഏഴാം ശമ്പള കമ്മീഷന്റെ കാലാവധി 2025 ഡിസംബർ 31 അവസാനിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ എട്ടാം ശമ്പള കമ്മീഷൻ 2026 ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വരികയും ചെയ്തു. അതിന്റെ ടേംസ് ഓഫ് റെഫറൻസ് 2025 നവംബർ മാസത്തിൽ തന്നെ സർക്കാർ അംഗീകരിക്കുകയും ചെയ്തിരുന്നതാണ്. എന്നിരുന്നാലും മുൻകാല നടപ്പാക്കൽ ഷെഡ്യൂളുകൾ അടിസ്ഥാനമാക്കി കമ്മീഷൻ അതിന്റെ ശുപാർശകൾ സമർപ്പിക്കാൻ ഏകദേശം 18 മാസം വരെ എടുത്തേക്കും. അതുകൊണ്ട് തന്നെ മന്ത്രിസഭ അന്തിമ റിപ്പോർട്ട് അംഗീകരിക്കുന്നതുവരെ ഏഴാം ശമ്പള കമ്മീഷൻ ഘടനയ്ക്ക് കീഴിൽ ജീവനക്കാർക്ക് ശമ്പളം തുടർന്നും ലഭിക്കും. ഈ പരിവർത്തന കാലയളവിലെ ഏറ്റവും വലിയ ആശങ്ക ശമ്പള പരിഷ്കരണവും ക്ഷാമബത്തയുമാണ്, അതായത് DA. ഒരു പുതിയ ശമ്പള കമ്മീഷൻ നടപ്പിലാക്കി കഴിഞ്ഞാൽ മുഴുവൻ സഞ്ചിത ക്ഷാമബത്തയും അടിസ്ഥാന ശമ്പളത്തിൽ ലയിപ്പിക്കുകയും ക്ഷാമബത്ത 0-ൽ നിന്ന് പുനരാരംഭിക്കുകയും ചെയ്യുന്നതിനാൽ ക്ഷാമബത്ത ഒരു പ്രധാന ഘടകമാണ്. ഒരു പുതിയ ശമ്പള കമ്മീഷൻ നടപ്പാക്കുമ്പോഴെല്ലാം മുഴുവൻ ഇടക്കാല കാലയളവിലേക്കും സർക്കാർ കുടിശ്ശിക നൽകുന്നുണ്ട്. പുതുക്കിയ അടിസ്ഥാന ശമ്പളം, അലവൻസുകൾ, വിരമിക്കൽ ആനുകൂല്യങ്ങൾ എന്നിവ ഈ കുടിശ്ശികകളിൽ ഉൾപ്പെടും. ഇതെല്ലാം പുതിയ ഫിറ്റ്മെന്റ് ഘടകം ഉപയോഗിച്ചാണ് കണക്കാക്കപ്പെടുന്നത്. അതുവഴി എട്ടാം ശമ്പള കമ്മീഷൻ അംഗീകരിച്ചു കഴിഞ്ഞാൽ ജീവനക്കാർക്ക് ഗണ്യമായ ഒരു ലംസം പേയ്മെന്റ് പ്രതീക്ഷിക്കാം. നിലവിൽ 2025 1 മുതൽ ക്ഷാമബത്ത 58%. നിലവിലുള്ള നിയമമനുസരിച്ച് പുതിയ ശമ്പള കമ്മീഷൻ നടപ്പിലാക്കുന്നതുവരെ ഓരോ 6 മാസത്തിലും DA വർദ്ധിക്കുമെന്നാണ് പുറത്തുവരുന്ന കണക്ക്. 2028 ജനുവരിയോടെ ക്ഷാമബത്ത 74% എത്തിയാൽ സർക്കാർ 50% മാത്രം അടിസ്ഥാന ശമ്പളത്തിൽ ലയിപ്പിക്കുകയും ബാക്കി 24% തുടരുകയും വേണമെന്ന് ഓൾ ഇന്ത്യ NPS എംപ്ലോയി ഫെഡറേഷൻ മൻജീത് സിംഗ് പട്ടേലും പറയുന്നുണ്ട്. മിനിമം വേതന കണക്കുകൂട്ടലുകൾക്കായി ഫിറ്റ്മെന്റ് ഘടകം 2.64 ആക്കണമെന്നും കുടുംബ യൂണിറ്റ് മുന്നിൽ നിന്ന് 5 ഉയർത്തണമെന്നും ആവശ്യപ്പെടുന്നുമുണ്ട്. പുതിയ ഫിറ്റ്മെന്റ് ഘടകം ബാധകമാക്കി കഴിഞ്ഞാൽ പൂർണ്ണ DA അടിസ്ഥാന ശമ്പളത്തിൽ ചേർത്തേക്കും. പുതുക്കിയ ശമ്പളത്തിൽ DA പുതുതായി ആരംഭിക്കാനുമിരിക്കുകയാണ്. ഇനി എല്ലാ കണക്കുകളും സർക്കാർ പഴയ ഫോർമുലയിൽ ഉറച്ചു നിൽക്കുമോ അതോ ജീവനക്കാർക്ക് സമതുലിതമായ ഒരു പരിഹാരം കണ്ടെത്താനാവുമോ എന്നതിലേക്കൊക്കെയാണ് എത്തിപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.